കണ്ണൂർ സിപിഎമ്മിൽ കലാപം പുകയുമ്പോഴും ഒരക്ഷരം മിണ്ടാതെ പാർട്ടി സെക്രട്ടറി. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനു തോമസിനെ കുറിച്ചുള്ള ചോദ്യത്തോട് കൃത്യമായി പ്രതികരിക്കാൻ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ തയ്യാറായില്ല. അതെല്ലാം അവിടെ ജില്ലാ കമ്മിറ്റിയോട് ചോദിച്ചാൽ മതിയെന്നായിരുന്നു മറുപടി. ഏതോ ഒരു ജില്ലാ കമ്മിറ്റി അംഗവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് എന്ത് പ്രതികരിക്കാനാണ്? മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകളാണ് ഇതെല്ലാം. അതിലിടപെടാൻ ഒരു തരത്തിലും തയ്യാറല്ല. അവിടെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെ വിളിച്ചാൽ മതി എന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം. അതായത് ഇതിലൊന്നും എനിക്ക് പ്രതികരിക്കാൻ സൗകര്യമില്ല എന്ന നിലപാടാണ് ഗോവിന്ദൻ സ്വീകരിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ ഒരു ഉൾപാർട്ടിയിലെന്നല്ല, കണ്ണൂരിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്നത്. എന്നിട്ടും ഒരു തരത്തിലും ഇടപെടാൻ എം വി ഗോവിന്ദൻ തയ്യാറാകുന്നില്ല. പി ജയരാജനും പി ജെ ഗ്രൂപ്പും മനുവിന് നേരെ നടത്തുന്ന കൊലവിളിയിൽ ഒരക്ഷരം മിണ്ടുന്നില്ല പാർട്ടി സെക്രട്ടറി. ഇതെല്ലാം കണ്ണൂരിലെ നേതാവിനെ വിളിച്ച് ചോദിച്ചോളൂ. എം വി ജയരാജനോട് ബന്ധപ്പെട്ട് അദ്ദേഹവുമായി സംസാരിച്ച് വാർത്ത ഉണ്ടാക്കൂ എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത്. നല്ല ഒന്നാന്തരം മറുപടിയാണ്. ഇതിലൊന്നും സംസ്ഥാന നേതൃത്വത്തിന് ഒന്നും പറയാനില്ല എന്ന്. പിന്നെ എന്തിനാണാവോ എം വി ഗോവിന്ദൻ ആ കസേരയിൽ കയറിയിരിക്കുന്നത്? സാധാരണ കണ്ണൂരിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ആദ്യം ചാടിക്കയറി മറുപടി പറയുന്നതും ഇടപെടുന്നതും എല്ലാം എം വി ഗോവിന്ദനാണ്. എന്നാൽ പി ജയരാജന്റെ കാര്യം വന്നപ്പോൾ എം വി ജയരാജന് അങ്ങോട്ട് പറ്റുന്നില്ല. മുട്ടുവിറയ്ക്കുന്നുണ്ടോ സഖാവെ എന്ന് ചോദിക്കാത്ത തരമില്ല. എന്തായാലും കൂട്ടയടി നടക്കുമ്പോഴും അത് കണ്ട് ഒരു മൂലയ്ക്ക് മാറിയിരിക്കുകയാണ് പാർട്ടിയുടെ എല്ലാമായ ഇരട്ടച്ചങ്കൻ പിണറായി വിജയനും. ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഇതുവരെ ആ സംഭവത്തിൽ. കണ്ണൂരിൽ പിണറായിയെ ചവിട്ടിത്താഴ്ത്തി പി ജയരാജൻ ഉയർന്നു വരാൻ ഒരു അവസരം കൂടി ഉണ്ടാക്കുകയാണ് ഇതിലൂടെ. എന്നിട്ടും പിണറായി ഒരക്ഷരം മിണ്ടുന്നില്ല. കാരണം പിണറായിസത്തിന് മങ്ങലേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്ന് തന്നെ പിണറായിക്ക് അടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരക്ഷരവും മിണ്ടിയിട്ട് കാര്യമില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് മൂപ്പര് പ്രതികരിക്കുന്നില്ല. തന്നെയുമല്ല, പി ജയരാജനും പി ജെ ഗ്രൂപ്പുകളും എല്ലാം ശക്തമായി അങ്ങ് ഇളകിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കയറി എന്തെങ്കിലും പറയാൻ ചെന്ന് കഴിഞ്ഞാൽ അവന്മാരെടുത്ത് ചുരുട്ടിക്കൂട്ടി മൂലയിൽ ഇടും എന്ന പേടി കാരണമായിരിക്കാം ഇരട്ടച്ചങ്കൻ ഒരക്ഷരം മിണ്ടാതിരിക്കുന്നത്. എന്നാൽ പാർട്ടി സെക്രട്ടറിയും പാർട്ടിയുടെ തലപ്പൊക്കത്തിലുള്ള പിണറായി വിജയൻ നേതാവും ഒരക്ഷരവും മിണ്ടാത്തപ്പോഴും ഇടപെടാത്തപ്പോഴും ഇടപെടാൻ പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. കണ്ണൂരിൽ CPM-കാരുടെ കൂട്ടയടിക്കിടയിൽ മുതലെടുപ്പുമായി കോൺഗ്രസ് കളത്തിലിറങ്ങിയിട്ടുണ്ട്. മനു തോമസിന് പിന്തുണയുമായി കോൺഗ്രസ് രംഗത്ത്. TP ചന്ദ്രശേഖരനെ വധിച്ചതുപോലെ തീർത്തു കളയാമെന്നാണ് CPM കരുതുന്നതെങ്കിൽ മനു തോമസിന് കോൺഗ്രസ് സംരക്ഷണം നൽകുമെന്നാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. മനു തോമസിനെതിരെ ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയും ഒക്കെ ഭീഷണി മുഴക്കിയതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ പരസ്യ പിന്തുണ. മുഖ്യമന്ത്രിയും CPM-ഉം നൽകുന്ന സംരക്ഷണമാണ് കൊലയാളികളുടെ പിൻബലം. ഒറ്റപ്പെട്ട ശബ്ദങ്ങളെ TP ചന്ദ്രശേഖരൻ മാതൃകയിൽ തീർത്തു കളയാമെന്നാണ് CPM കരുതുന്നതെങ്കിൽ അവർക്ക് കോൺഗ്രസ് സംരക്ഷണം നൽകും. K സുധാകരൻ പറഞ്ഞു. പാർട്ടി വിട്ടാൽ എന്തും വിളിച്ചു പറയാനാകില്ല എന്ന് ബോധ്യപ്പെടുത്താൻ സംഘടനയ്ക്ക് അധികം സമയം വേണ്ട എന്നായിരുന്നല്ലോ ആകാശ് തില്ലങ്കേരിയുടെ ഭീഷണി. ഒപ്പമുള്ള ബിസിനസ്സുകാർക്കും മാധ്യമങ്ങൾക്കും ഒന്നും ചെയ്യാനാകില്ല എന്നും അർജുനായങ്കിയും ഭീഷണി മുഴക്കിയിരുന്നു. എന്തായാലും ഈ ഭീഷണികൾക്കിടയിലാണ് ഇപ്പോൾ കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ BJP-യും ഇപ്പോൾ മനു തോമസിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ പ്രശ്നത്തിൽ CPM ഉൾവലിയുമ്പോഴും പുറത്തുനിന്ന് ആൾക്കാരെത്തി മനു തോമസിനെ പിന്തുണയ്ക്കുകയാണ്. ഇതിനിടെ മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾ ഉയർത്തിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെയാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുന്നത്. പി ജയരാജൻ യോഗത്തിൽ പങ്കെടുക്കും. ജയരാജനും മനുവും തമ്മിലുണ്ടായ ഫേസ്ബുക്ക് പോരും തുടർന്നുള്ള ആരോപണങ്ങളും ചർച്ചയായേക്കുമെന്നാണ് സൂചന.